അഭിലാഷ്, ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിന്റെ പ്രഖ്യാപനം വന്ന സമയം മുതൽ എനിക്ക് തോന്നുന്നു കോളിളക്കങ്ങളാണ് ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്, കൂറുമാറ്റങ്ങളാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ, പരാതികൾ, പരിഭവങ്ങൾ, ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ. ഇപ്പോഴിതാ വീണ്ടും മറ്റൊരു വലിയ മാറ്റമാണ് ഉണ്ടായിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ട്വിസ്റ്റുകളിലെ ഏറ്റവും ഒടുവിലത്തെ ട്വിസ്റ്റ് സന്ദീപ് വാര്യരുടേതാണ്. ഇന്ന് 10:45 വിളിക്കുമ്പോഴാണ് സന്ദീപ് വാര്യർ ഞാൻ കോൺഗ്രസിലേക്കാണ്, 10:45 ഞാൻ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു, കോൺഗ്രസ് ഓഫീസിൽ വെച്ച്, ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് പ്രഖ്യാപനം ഉണ്ടാകും എന്ന് പറയുന്നത്. തുടർന്ന് ഞങ്ങളെല്ലാവരും ഇങ്ങോട്ട് പാഞ്ഞ് എത്തുകയായിരുന്നു. ഇന്നലെ രാത്രി സന്ദീപിനോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം വീട്ടിൽ വെച്ച് കാണാം, എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട് എന്ന് പറഞ്ഞിരുന്നു. അപ്പോഴും അദ്ദേഹത്തിന് ചില പ്രശ്നങ്ങൾ, അതായത് ചില സംശയങ്ങളുണ്ടായിരുന്നു. അതായത് അദ്ദേഹം പറയുന്നു, എൻ്റെ അച്ഛൻ വികാരഭരിതനാവുകയാണ്, എൻ്റെ കുടുംബം സംഘബന്ധുക്കളാണ്, ആ വികാരത്തെ അതിജീവിച്ച് വേണം എനിക്ക് പറയാൻ, ഞാൻ അതുകൊണ്ട് സമയം നാളെ പറയാം എന്ന് അദ്ദേഹം എന്നോട് ഇന്നലെ രാത്രി പറഞ്ഞതാണ്. പക്ഷെ അപ്പോഴും എൻ്റെ ധാരണ അദ്ദേഹം ഒരു പക്ഷേ CPM-ലേക്ക് ആയിരിക്കും എന്നുള്ളതായിരുന്നു. കാരണം അങ്ങനെ ചില ചർച്ചകൾ നടന്നിരുന്നു. ഇപ്പോൾ എന്നോടൊപ്പം AK സ്റ്റെഫിൻ കൂടിയുണ്ട്. സ്റ്റെഫിൻ, നമ്മളെല്ലാം വിചാരിച്ചിരുന്നത് സന്ദീപ് വാര്യരുടെ ഒരു CPM പ്രവേശനമാണ്. പക്ഷേ അവസാന ദിവസമുണ്ടായ ട്വിസ്റ്റിൽ അപ്രതീക്ഷിതമായി അദ്ദേഹം കോൺഗ്രസ് പാളയത്തിലേക്ക് എത്തുകയാണ്. അതെ, കാരണം നമ്മൾ ആദ്യം മുതൽ തന്നെ ഈ ഒരു വിഷയം പാലക്കാട് തെരഞ്ഞെടുപ്പായി നോക്കിക്കഴിഞ്ഞാൽ സന്ദീപ് വാര്യർ വലിയൊരു ബോംബ് പൊട്ടിക്കുന്നു. അത് BJPക്ക് ഒരു ജയസാധ്യതയുള്ള സീറ്റ് തന്നെ വലിയ തോതിലൊരു പ്രതിസന്ധിയിലേക്ക് പോകുന്ന കാഴ്ച കണ്ടു. അതിനുശേഷം AK ബാലനൊക്കെ അദ്ദേഹത്തെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു, MP ഗോവിന്ദൻ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. CPM അങ്ങനെ വാതിൽ തുറന്നിടുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് ഒരു പക്ഷേ അദ്ദേഹം BJP പാളയത്തിൽ നിന്ന് പോവുകയാണെങ്കിലും അത് CPM-ലേക്കായിരിക്കുമെന്ന് ആണ് കരുതിയത്. പക്ഷേ എന്നാലും അപ്രതീക്ഷിതമായി UDF-ന്റെ ഈ ഒരു രാഷ്ട്രീയ നീക്കം യഥാർത്ഥത്തിൽ നമ്മൾ ഈ കാണുന്ന പോലെ അണികളും എല്ലാവരും ഏറ്റെടുത്തു കഴിഞ്ഞു. അത് അഭിലാഷേട്ടൻ എന്താ തോന്നുന്നത്? ഇനി ഒരു ഗുണം ചെയ്യുമോ ഈ തെരഞ്ഞെടുപ്പിൽ? എങ്ങനെയായിരിക്കും? രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇന്ന് രാവിലെ K. സുരേന്ദ്രൻ നടത്തിയിട്ടൊരു വാർത്താ സമ്മേളനത്തിൽ SDPI പിന്തുണ എന്ന കാര്യം ഉന്നയിക്കുന്നുണ്ട്. SDPI എന്ന് മാത്രമല്ല, SDPIയുടെ കൊലപാതക കേസിൽ പ്രതികളായ ചില ആളുകളുടെ കുടുംബങ്ങളുമായി കോൺഗ്രസ് സംസാരിച്ചു എന്നതടക്കം പറയുന്നുണ്ട്. അതിന്റെ ഉന്നം വളരെ വ്യക്തമാണ്. ഇന്നലെ വെള്ളിയാഴ്ചയാണ്. ഇന്നലെ പള്ളികളിൽ SDPI നോട്ടീസ് വിതരണം ചെയ്തത് സംബന്ധിച്ച്, അതായത് UDF അനുകൂല നിലപാട് സ്വീകരിച്ചത് സംബന്ധിച്ച് CPM-ഉം BJP-യും ചില നിലപാടുകൾ പറയുന്നുണ്ട്. അതിനിടയ്ക്ക് ഒരു ഭൂരിപക്ഷ വോട്ട് ഏകീകരണം എന്ന ലക്ഷ്യമാണ് കൃത്യമായും BJP മുന്നിൽ വെച്ചത്. അതായത് SDPI കോൺഗ്രസിന്റെ കൂടെയാണ്, അതുകൊണ്ട് ഭൂരിപക്ഷ ഹിന്ദുക്കൾ ഏകീകരിച്ച് BJP-യെ ജയിപ്പിക്കണം എന്ന സന്ദേശമാണ് K. സുരേന്ദ്രൻ ഇന്ന് രാവിലെ നൽകിയത്. അപ്പോൾ അങ്ങനെ ഒരു വൈതരണിയെ മറികടക്കാൻ സന്ദീപ് വാര്യരിലൂടെ കഴിയും എന്നാണ് ഇവിടെ കോൺഗ്രസ് വിചാരിക്കുന്നത്. രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, അദ്ദേഹം BJP-യുടെ മുഖമായി നിന്നു എന്നുള്ളത് മാത്രമല്ല, സന്ദീപ് വാര്യരുടെ അമ്മ മൂത്താൻ സമുദായക്കാരിയാണ്. മൂത്താൻ സമുദായം BJP-യുടെ ഈ പാലക്കാട്ടെ വോട്ട് ബേസ് ആണ്, അവരുടെ വോട്ട് വളരെ നിർണായകമാണ്. അപ്പോൾ അവിടെ സ്വാധീനമുള്ള ഒരാൾ കോൺഗ്രസ് പാളയത്തിലേക്ക് വരുമ്പോൾ SDPI എന്ന ആ ആരോപണത്തെ ഒരളവ് വരെ കുറയ്ക്കാം എന്ന് കോൺഗ്രസ് കരുതുന്നുണ്ട്. അതേമാതിരി തന്നെ ഇന്ന് സന്ദീപ് വാർത്താ സമ്മേളനത്തിൽ ഉന്നയിച്ച ഒരു കാര്യം സ്റ്റെഫിൻ സദൃശമാണ്, അത് ശ്രീനിവാസന്റെ മരണമാണ്. ശ്രീനിവാസന്റെ കൊലപാതകം, SDPI BJP സംഘർഷത്തിൽ ശ്രീനിവാസൻ എന്ന RSS പ്രവർത്തകൻ കൊല്ലപ്പെട്ടത് വളരെ വൈകാരികമാണ് പാലക്കാട്. ആരെ സംബന്ധിച്ച്? ഈ ബന്ധുക്കളെ സംബന്ധിച്ച്, സംഘപരിവാറിനെ സംബന്ധിച്ച്. അപ്പോൾ ആ കാര്യത്തിൽ ഒരു തരത്തിലുള്ള ഒത്തുകളിയോ ഒത്തുതീർപ്പോ ഉണ്ടായിട്ടുണ്ട്. പ്രതികൾക്ക് ജാമ്യം കിട്ടിയ കാര്യമാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. അതോടൊപ്പം എതിർവശത്ത് നിൽക്കുന്ന അതേ ഒരു പ്രശ്നത്തിൽ ജയിലിൽ കിടക്കുകയാണ് സംഘപ്രവർത്തകർ എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് കൃത്യമായി മൂത്താൻ തറയിലാണ് ഈ സംഭവം നടക്കുന്നത്. BJPയെ സംബന്ധിച്ച് ഏറ്റവും ക്രിട്ടിക്കൽ. ദയവായി തുടരുക. ഇപ്പോൾ പ്രശാന്ത് കൃഷ്ണ തിരുവനന്തപുരത്ത് നിന്നും ചേരുന്നുണ്ട്. പ്രശാന്ത്, വളരെ കോളിളക്കം ഉണ്ടാക്കുന്ന ഒരു മാറ്റമാണ്. എനിക്ക് തോന്നുന്നു വളരെ ആത്മവിശ്വാസത്തിലാണ് പാലക്കാട് BJP തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കുന്നത്. അതിനിടയ്ക്ക് ഒരു അമിത ആത്മവിശ്വാസം BJPക്ക് ഉണ്ടായിരുന്നോ, BJP നേതൃത്വത്തിന്? അതുകൊണ്ട് തന്നെ ആയിരിക്കുമോ അനുനയ ശ്രമങ്ങളിൽ കുറച്ച് കാര്യമായ ഇടപെടലുകൾ നടത്തി സന്ദീപിനെ ഒപ്പം നിർത്താൻ അവർക്ക് കഴിയാതെ പോയത്? എങ്ങനെയാണ് പ്രതികരണങ്ങൾ? പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ പ്രചാരണഘട്ടം തുടങ്ങിയപ്പോൾ BJPയിൽ വലിയ പ്രശ്നങ്ങളില്ല എന്ന് തോന്നിച്ചെങ്കിലും പിന്നീട് സന്ദീപ് വാര്യരുടെ പൊട്ടിത്തെറി, ശോഭാ സുരേന്ദ്രൻ്റെ ചില പരാമർശങ്ങൾ, ഇതെല്ലാം തന്നെ BJPക്കകത്ത് വലിയ പ്രതിസന്ധി ഉണ്ടാക്കി. ഇതിൽ ഏറ്റവും പ്രധാനം, സന്ദീപ് വാര്യർ ഇന്ന് BJP വിട്ട് കോൺഗ്രസിലേക്ക് എത്തുമ്പോൾ ഇന്നലെ വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുതൽ K. സുരേന്ദ്രൻ വരെയുള്ളവർക്ക് വേണ്ടി വാദിച്ച സന്ദീപ് വാര്യർ ഇന്ന് ആ വ്യക്തികളെ മാത്രമല്ല തള്ളിപ്പറയുന്നത്, BJP എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പുറത്തേക്ക് പോയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ BJPക്ക് ഈ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ഘട്ടത്തിൽ പാലക്കാട് അത് പ്രതിരോധിക്കുക അത്ര എളുപ്പമല്ല, കുറച്ച് പ്രയാസം തന്നെയാണ്. BJP സംസ്ഥാന അധ്യക്ഷൻ വളരെ ലഘുവായാണ് ഈ സന്ദീപിൻ്റെ വിഷയത്തിൽ നിലപാടുകൾ സ്വീകരിച്ചെങ്കിൽ പോലും സന്ദീപ് വാര്യർക്ക് മൂത്താൻ സമുദായത്തിലുള്ള ബന്ധങ്ങൾ അതെല്ലാം BJPയെ അസ്വസ്ഥമാക്കുന്നു. കാരണം പാലക്കാട് ഏകദേശം 10,000-ലധികം വോട്ട് മൂത്താൻ സമുദായത്തിനുണ്ട് എന്നത് തന്നെയാണ്. അപ്പോൾ അതെല്ലാം ഏത് രീതിയിൽ സ്വാധീനിക്കും എന്നതിനപ്പുറത്തേക്ക്
സന്ദീപ് ഇന്നലെ വരെ BJPയുടെ ഭാഗമായിരുന്ന സന്ദീപ് ഇന്ന് പുറത്തിറങ്ങി പറയുന്നത് എന്താണ്? BJP വെറുപ്പിന്റെ ഫാക്ടറിയാണ് എന്ന കാര്യമാണ് പറയുന്നത്. അപ്പോൾ അത് സന്ദീപിനെ ഇഷ്ടപ്പെടുന്ന കുറേ അധികം പേരുണ്ട്, സോഷ്യൽ മീഡിയയിലും അല്ലാതെ തന്നെ ഉണ്ട്. ഒപ്പം തന്നെ സന്ദീപ് പറയുന്ന കാര്യങ്ങളിൽ ചില സത്യങ്ങളുണ്ടോ എന്ന ആശയക്കുഴപ്പം സ്വാഭാവികമായും BJP അനുഭാവികൾക്കും അതുപോലെ തന്നെ വോട്ടർമാർക്കും ഉണ്ടാകുമെന്ന കാര്യം സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് BJP സംസ്ഥാന അധ്യക്ഷൻ അദ്ദേഹം പറഞ്ഞ വാക്കുകൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സന്ദീപ് ഒരു കുഴപ്പം പിടിച്ച നേതാവാണ്, കുഴപ്പം പിടിച്ച ആളാണ്. അദ്ദേഹത്തിനെതിരെ പാർട്ടി നടപടിയെടുത്തത് നമ്മൾ കേട്ട കാര്യങ്ങളെക്കുറിച്ചല്ല, മറ്റു ചില കാര്യങ്ങളാണ്. അത് പുറത്തു പറയാൻ സാധിക്കില്ല, പുറത്തു പറയുന്നത് ശരിയല്ല എന്ന ഒരു ദുരൂഹത നിലനിർത്തുന്നു. മാത്രമല്ല അങ്ങനെയുള്ള സന്ദീപിനെ ചേർത്ത് പിടിച്ച കോൺഗ്രസ് മുറുകി തന്നെ പിടിച്ചോളൂ, മുറുകി തന്നെ പിടിക്കേണ്ടി വരും. ഒരു ഭീഷണിയുടെ സ്വരം കൂടി അക്കാര്യത്തിലുണ്ട്. അത്തരത്തിലുള്ള പ്രതികരണങ്ങളാണ് ചുറ്റുപാടും നിന്നും പലരുടെയും ഭാഗത്തു നിന്നുണ്ടാവുന്നത്.